ഡെയിലി ലൈഫിൽ നമുക്ക് സുപരിചിതമായ ഒത്തിരി ഗെയിമുകളുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ക്രൈസ്തവ മൂല്യങ്ങൾ കുട്ടികളിലേക്കും മാതാപിതാക്കളിലേക്കും ഒരുപോലെ എത്തിക്കുന്ന റേസ് ടു ഗ്രേസ് എന്ന ഗെയിമുമായി നമുക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് ക്ലരീഷ്യൻ ബാംഗ്ലൂർ പ്രൊവിൻസിലെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സാബു കൂറ്റാരപ്പള്ളിയിലച്ഛനും ബിബിൻ കൊച്ചുകരോട്ടച്ഛനും. അച്ഛാ, സ്വാഗതം. അച്ഛാ, ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ എല്ലാവരും അനുദിനം യൂസ് ചെയ്യുന്നൊരു ഡിജിറ്റൽ ഡിവൈസാണ് മൊബൈൽ ഫോൺ. ആ ഒരു മൊബൈൽ ഫോണിലൂടെ ഇന്ന് ഈശോയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ളൊരു ഉദ്യമമായിട്ടാണ് ഇന്ന് വൈദികർ നമ്മളോടൊപ്പം ഉള്ളത്. എന്താണ് ഈ ഒരു ആശയം? എങ്ങനെയാണ് ഈ മൊബൈൽ ഫോണും ഈശോയും തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഞങ്ങളുടെ ഈ ആപ്പിൻ്റെ പേര് തന്നെ റേസ് ടു ഗ്രേസ് എന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു ഓട്ടമാണ്, അപ്പോൾ ഒരു റേസാണ്. അപ്പോൾ ആ റേസിനെ നമ്മളൊരു ഗ്രേസ്ഫുൾ ആക്കാനായിട്ട് ഉള്ള ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ആപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കർത്താവിൻ്റെ ഒരു കൃപ നമ്മളിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഈ റേസിൻ്റെ കൂടെ ജി ചേർത്ത് കഴിഞ്ഞാൽ അത് ഗ്രേസ് ആവും. അപ്പോൾ ജി എന്ന് പറയുന്നത് നമ്മൾ ദൈവം, ഗോഡ് അതാണ്. അപ്പം ഗോഡിനെ നമ്മൾ ജീവിതത്തിലോട് ചേർത്ത് വെക്കുമ്പോൾ ഒരു കൃപ നമുക്ക് ലഭിക്കും. ആ ഒരു ഐഡിയയാണ് നമ്മൾ ഈ ആപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പേര് എങ്ങനെയാണ്? ഈ ഒരു പേര് ആരാണ് ഇത് സെലക്ട് ചെയ്തത്? അത് ഞങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ടീമുണ്ട്. ആ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് വളരെയേറെ പേരുകൾ ഞങ്ങൾ സെർച്ച് ചെയ്തു. കാരണം നമ്മൾ ബൈബിളിൽ നിന്ന് പല പേരുകൾ തപ്പുമ്പോഴോ അല്ലെങ്കിൽ തിരയുമ്പോഴോ ഒക്കെ ഒന്ന് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ നമുക്ക് നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പേരാണ് നോക്കിയത്. കാരണം നമ്മുടെ ആദ്യത്തെ ഗെയിം തന്നെ ഒരു റേസിംഗ് ഗെയിമാണ്. അതിൻ്റെ മോഡ് എന്ന് പറയുന്നത് റേസിംഗ് മോഡിലൂടെയാണ് അവർ കളിക്കുന്നത്. പിന്നെ ഞങ്ങൾ ആ റേസിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പേരും നമ്മുടെ ഒരു ദൈവിക കൃപ അതിനകത്തേക്ക് വരുത്താൻ എങ്ങനെ അത് കൊണ്ടുവരാമെന്നൊക്കെ ആലോചിച്ചതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഒരു പേരിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടത്. ഇത് ആർക്കും അത്ര സുപരിചിതമല്ലാത്തൊരു ഗെയിമാണ്. സാധാരണ നോർമലായിട്ട് നമുക്ക് പരിചയമുള്ള ഗെയിമുകളിൽ പലതും ഇത് ഒരു ബൈബിളുമായിട്ട് ബന്ധമില്ല. ഇത് ആദ്യമായിട്ട് ഒരു കാത്തലിക് ഗെയിം തന്നെ ഉണ്ടാകുന്നത്. ഇതിന് പുറകിലെ ഒരു ആശയം ആരുടെയായിരുന്നു? ഞങ്ങൾക്ക് ഒരു 6 മാസം മുൻപ് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ലെവലിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഇന്ത്യയിൽ 5 പ്രോവിൻസസ് ഉണ്ട്, ശ്രീലങ്കയുണ്ട്. അപ്പോൾ ഞങ്ങൾ അസ്ക്ല ഏഷ്യൻ സൗത്ത് ഏഷ്യൻ പ്രോവിൻസിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ഐഡിയ നമുക്ക് കർത്താവിനെ എങ്ങനെ യുവജനങ്ങൾക്ക് നൽകാം എന്നുള്ള ഒരു ഐഡിയയിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോവിൻസിലൊരു കമ്മ്യൂണിക്കേഷൻ ടീമുണ്ട്, ബിബിനച്ഛൻ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ആ കമ്മ്യൂണിക്കേഷൻ ടീം ഇരുന്ന് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഐഡിയ കൊടുത്തതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുവജനങ്ങൾക്കും കുട്ടികൾക്കും ബൈബിളിനോട് കൂടുതൽ ആഭിമുഖ്യം വരണം, അതുപോലെ തന്നെ കാറ്റക്കിസം, സഭയോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള ഒരു പ്രചോദനം അവർക്ക് നൽകണം. ഈ ഒരു ഐഡിയയിലാണ് തുടങ്ങിയത്. അന്നേരം നമുക്കിടെ മനസ്സിൽ ബൈബിൾ ആപ്പ് എന്നുള്ള ഒന്ന് ഇതില്ലായിരുന്നു, ഈ ഗെയിമിംഗ് ആപ്പ് എന്നുള്ളതില്ലായിരുന്നു. പക്ഷേ ഇവർ കുറച്ച് സ്റ്റഡി നടത്തി റിസർച്ച് ചെയ്തു പലരോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, യുവജനങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി ചെല്ലണമെങ്കിൽ, കുട്ടികളുടെ ഇടയിലേക്ക് ചെല്ലണമെങ്കിൽ ഇപ്പോൾ ക്രേസ് ആയിട്ടുള്ളത് ഗെയിമിംഗ് ആണ്. അപ്പോൾ ഒരു ഗെയിമിംഗ് ആപ്പിലൂടെ നമ്മൾ ബൈബിളിനെ പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ കാറ്റക്കിസം പരിചയപ്പെടുത്തുകയും ചെയ്താൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കും. കുട്ടികൾ കൂടുതലായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാനും അതിൽ ഇൻവോൾവ് ചെയ്യാനും സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഐഡിയയിലേക്ക് വന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ആരംഭം ഇങ്ങനത്തെ ഒരു ഐഡിയ അല്ലായിരുന്നു. ഈ ഗെയിമിംഗ് ആപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സംശയമൊന്നും, ഇതെങ്ങനെ ബൈബിളുമായിട്ടൊരു കണക്ഷൻ വരുമെന്ന്. ഈ ഗെയിമിൽ എങ്ങനെയാണ് ഈ ഒരു ബൈബിളുമായിട്ട് കണക്ഷൻ കൊണ്ടുവന്നത്? ബൈബിൾ ഇതൊരു സ്റ്റോറി ബേസ്ഡ്, അതായത് നമ്മുടെ ബൈബിൾ കഥകൾ, നമ്മളിപ്പോൾ ബൈബിൾ വായിക്കുമ്പോഴറിയാം പലതും കഥകൾ പോലെ നമുക്ക് തോന്നിയേക്കാം. ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചതും ഒരു ഈശോയുടെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന വചനങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും ഇതൊരു സ്റ്റോറി മോഡിലേക്ക് മറ്റു പലർക്കും തോന്നിയേക്കാം. അങ്ങനെ ചിന്തിപ്പിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ആശയമുണ്ടായത്. എന്തുകൊണ്ട് ഈ ഒരു സംഭവം നമുക്കൊരു ഗെയിം മോഡിലേക്ക് മാറ്റി കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്താൽ അവർ കൂടുതൽ സ്വീകരിക്കില്ലേ എന്നുള്ള ഒരു ആശയം അങ്ങനെയാണ് നമുക്കുണ്ടായത്. ഇത് കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ, അതോ പ്രായഭേദമന്യേ എല്ലാവർക്കും ഈ ഒരു ഗെയിം കളിക്കാൻ പറ്റുമോ? ഇത് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്നതാണ്. കാരണം ഇത് ബൈബിൾ വാക്യങ്ങൾ കൂടുതലായിട്ട് അറിയുവാനും ബൈബിളിനോട് അടുക്കുവാനും ഈശോയോട് അടുക്കുവാനും സഭയോട് അടുക്കുവാനും വേണ്ടിയുള്ള ഒരു മീൻസ് ആയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ടീം
ഒരു എണ്ണം പ്രസൻറ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്കൊരു 3 തരത്തിൽ, കാരണം ഏജിൽ ഡിഫറൻസ് വെച്ച് നമുക്ക് 3 തരത്തിൽ ഇത് പുറത്തിറക്കാമെന്നുള്ളതുപോലെ പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മുടെ ആദ്യത്തെ സംരംഭമായതുകൊണ്ടും ഇതിൻ്റെ സ്വീകാര്യത പ്രകാരമായിരിക്കും എന്നുള്ളത് അറിയത്തില്ലാത്തതുകൊണ്ടും നമ്മളിപ്പോൾ എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമിംഗ് ആപ്പാണ് നമ്മളിപ്പോൾ പുറത്തിറക്കുന്നത്. ഇപ്പോൾ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ഇപ്പം സംശയങ്ങളുണ്ടാകാം ഈ ഗെയിം കളിക്കുമ്പോൾ. അതെങ്ങനെയായിരിക്കും അവർക്കൊന്ന് പരിഹരിക്കാൻ സാധിക്കുക? ബൈബിൾ വായിച്ചുകൊണ്ടാണോ അതോ മുതിർന്നവരുടെ സഹായം തേടിക്കൊണ്ടാണോ? അവർക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും അവർക്കിപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് ബൈബിൾ വചനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോഴത് ഫില്ലിങ് ദ ബ്ലാങ്ക്സോ അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനോ ഒക്കെ ആയിട്ട് അവർക്ക് ബൈബിൾ വചനങ്ങളിലേക്കും കൂടി അടുപ്പിക്കുക എന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമിനെ നിരുത്സാഹപ്പെടുത്താനോ അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലോ അല്ല. പക്ഷേ അത് എപ്പോഴും ആ ഗെയിമിൻ്റെ സ്പിരിറ്റ് കീപ്പപ്പ് ചെയ്തുകൊണ്ട് തന്നെ, പക്ഷേ അവർക്ക് കുറച്ചും കൂടി ബൂസ്റ്റോ അല്ലെങ്കിൽ സ്ട്രെങ്തോ ഗെയിം കളിക്കാൻ ആയിട്ടുള്ള പോയിൻറ്റ്സോ കൂടുതലൊക്കെ കിട്ടാനായിട്ട് ഒരു എക്സ്ട്രാ ആയിട്ടാണ് നമ്മളിപ്പോഴും ബൈബിൾ വചനങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വചനങ്ങൾ ഫില്ല് ചെയ്യാനോ മറ്റെന്തെങ്കിലും സഹായങ്ങൾക്ക് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ബൈബിൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി അതിന് ബുദ്ധിമുട്ടുള്ള ഇപ്പം അക്രൈസ്തവരാണെങ്കിൽ പോലും അവർക്ക് നെറ്റിൽ നോക്കുകയോ അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ മാതാപിതാക്കന്മാരോട് ചോദിക്കുകയോ ഒക്കെ ചെയ്യാം. നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് അവരെ ബൈബിൾ മുഴുവൻ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ബൈഹാർട്ട് ചെയ്യിപ്പിക്കാനോ അല്ല. ബൈഹാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷം. പക്ഷേ അവരെ ഒരു മിനിറ്റ് അവരെ ആ ബൈബിൾ വചനത്തിലേക്ക് അടുപ്പിക്കുക, അവരെ അങ്ങനെ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു ബൈബിൾ വചനത്തിൻ്റെ ഒരു തോട്ട് അവരിലേക്ക് കൊണ്ടുവരിക, ഒന്ന് റിമൈൻഡ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഗെയിമൊന്നും ബൈബിളും കണക്ട് ചെയ്യാൻ നമുക്ക് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ പഴയ നിയമത്തിലെ കഥകളാണോ അതോ പുതിയ നിയമത്തിലെ കഥയൊക്കെ, എങ്ങനെയാണ് ഇതിനകത്തെ കഥയൊക്കെ പോകുന്നത്? ഇപ്പോഴും ആദ്യം നമ്മൾ ഇറക്കുന്ന ഈ പറയുന്ന റേസ് ടു ഗ്രേസ് എന്ന ആപ്പിനകത്ത് വരുന്ന ആദ്യത്തെ കഥ എന്ന് പറയുന്നത് റീച്ച് ടു ദ സേവിയർ എന്നുള്ള ഒരു പേരിലാണ്. അതായത് ഈശോയുടെ അടുത്തേക്ക് എത്തുക എന്നുള്ള ഒരു എയിം കൊണ്ടാണ്. അത് ക്രിസ്മസ് ബേസ്ഡ് സ്റ്റോറിയാണ്. അതായത് നമ്മുടെ ക്രിസ്മസ് തീം തന്നെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള തീം. അത് നമുക്കറിയാവുന്ന കഥയും അതൊരു കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് നമ്മൾ ഗെയിം മോഡിലേക്ക് പ്രസൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഇതിനൊരു സാധാരണ ഗെയിം അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനൊരു ടീം വർക്ക് ആവശ്യമുണ്ട്. കുറേ നാളെടുത്തു ഇതിന് പുറകിൽ എത്ര നാളത്തെ ഒരു അധ്വാനം ഉണ്ടായിരുന്നു? ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു 6 മാസം എടുത്തു ഈ ഒരു ഐഡിയയിലേക്ക് വരാനും പിന്നെ ഈ ഇതൊന്ന് ഡെവലപ്പ് ചെയ്യാനും. പിന്നെ നമ്മളിത് ക്രിസ്മസിനോടനുബന്ധിച്ച് ഇത് റിലീസ് ചെയ്യാൻ പ്ലാൻ ഉള്ളതുകൊണ്ട് കുറച്ച് റഷ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പുറകിലുള്ള ടീം. നമുക്ക് ഡിസംബർ 22 നമ്മളിത് ലോഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്? നമുക്ക് പ്ലേ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിൽ. അപ്പം നമുക്ക് ആൻഡ്രോയിഡ് വെർഷനും ഉണ്ട്, നമുക്ക് ഇത് ആപ്പിൾ വെർഷനും ഉണ്ട്. പെയ്ഡാണോ അതോ എല്ലാവർക്കും അവൈലബിൾ ആയിട്ട് ഫ്രീ ആയിട്ടുള്ള വെർഷനും ഉണ്ടോ? എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ വെർഷനും ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മറ്റ് ഡിസ്റ്റർബൻസുകളൊന്നുമില്ലാതെ, അതായത് യാതൊരു രീതിയിലുള്ള ആർട്സോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ലാതെ കളിക്കാനായിട്ട് ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഒരു പെയ്ഡ് വെർഷൻ ഇറക്കുന്നുണ്ട്. വലിയ എമൗണ്ട് ഒന്നും നമ്മൾ ചാർജ് ചെയ്യില്ല, വളരെ മിനിമം ആയിട്ടുള്ള ഒരു എമൗണ്ട് വെച്ച് നമ്മൾ ഒരു പെയ്ഡ് വെർഷനും ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗെയിമിൽ നമ്മൾക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ ഒരു മോഡിൽ ഇത് പോകുന്നുണ്ടോ? ഇതിൻ്റെ ഈ ഗെയിം കളിക്കുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ്? ഈ ഗെയിമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം? അത് ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് ഗെയിം എൻഡ് ചെയ്യുന്നത് നമ്മളൊരു അതായത് ഇതിൻ്റെ അവസാന പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഈശോയുടെ അടുത്ത് ചെല്ലുക എന്നുള്ളതാണ്. അതിനുശേഷം ഗെയിം കൊണ്ട് മാത്രമായില്ല, നമ്മൾ അതോടനുബന്ധിച്ച് ഈ ഗെയിം പൂർത്തിയാക്കുന്നവർക്ക് ഒരു ക്വിസിൽ, അതായത് ഈ ഗെയിമിലൂടെ പരിചയപ്പെട്ട ബൈബിൾ വചനങ്ങളെ അടിസ്ഥാനമാക്കി നമ്മളൊരു ബൈബിൾ ക്വിസ് നടത്തുന്നുണ്ട്. കാരണം ഗെയിം പൂർത്തിയാക്കാനും കളിച്ചു തീർക്കാനും വളരെ എളുപ്പമാണ്. പക്ഷേ അതിലൂടെ പരിചയപ്പെട്ട ബൈബിൾ വചനങ്ങളെ അടിസ്ഥാനമാക്കി നടത്തുന്ന ഈ ക്വിസിൽ പങ്കെടുക്കാനായിട്ട് ഇത് 1 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഈ ഗെയിം അല്ലെങ്കിൽ ഈ ക്വിസിൽ പങ്കെടുക്കുവാനായിട്ടുള്ള അവസരം കിട്ടും. അങ്ങനെ ഈ ക്വിസിൽ പങ്കെടുക്കുന്നവർക്ക് നമ്മൾ വളരെ ആകർഷകമായ ക്യാഷ് അവാർഡുകളും നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും. അതിനർത്ഥം ഈ ഒരു ഗെയിം 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്നതെന്നാണ്.
അപ്പോൾ ഇത് കഴിയുമ്പോൾ എങ്ങനെയാണ് ഒരു മത്സരമൊക്കെ സംഘടിപ്പിക്കുക? അതും ഇതേ ആപ്പിലൂടെ തന്നെ ആണോ? നമ്മൾ മത്സരം നടത്തുന്നത് ഇതേ ആപ്പിൽ കൂടിയല്ല, അത് റിയലായിട്ട് ഇത് കളിച്ച് ജയിച്ചവർ, അതിലത് പൂർത്തിയാക്കിയവർ വന്ന് നമ്മളൊരു അതിന് പ്രത്യേക സെറ്റപ്പ് നമ്മൾ നടത്തി സാധാരണ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്ന പോലെ തന്നെ നമ്മൾ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുകയാണ്. അതിൽ നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഇപ്പം 1,00,000 രൂപയാണ് ഫസ്റ്റ് പ്രൈസ് വിന്നറിന് ഉദ്ദേശിക്കുന്നത്, 50,000 രൂപ സെക്കൻഡ് പ്രൈസ് വിന്നറിന്, അതുപോലെ 25,000 ഈച്ച് 3 പേർക്ക്. അത് പ്രായപരിധി അനുസരിച്ച് 3 പേർക്ക് 25,000 വെച്ച് കൊടുക്കാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഡിസംബറിൽ ഇതിൻ്റെ ഒരു സമ്മാനം അല്ല ക്വിസ് മത്സരം പ്രതീക്ഷിക്കാൻ പറ്റുമോ? അടുത്ത ഡിസംബർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ ഒരു ക്വിസ് മത്സരം അറേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മുടെ പ്ലാന്. അതനുസരിച്ച് ക്വിസ് മത്സരം അത് പ്രായപരിധി അനുസരിച്ച് നമുക്കറിയാം ഗെയിം ഏത് പ്രായത്തിൽപ്പെട്ടവർക്ക് വേണമെങ്കിലും കളിച്ച് തീർക്കാനായിട്ട് സാധിക്കും. പക്ഷേ ക്വിസ് മത്സരം എന്ന് പറയുന്നത് അത് നമ്മൾ അവരുടെ പ്രായത്തെ മാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രായപരിധി അനുസരിച്ച് നമ്മൾ അതാത് ലെവലുകളിൽ ക്വിസ് മത്സരം നടത്തി അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത്. ക്വിസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും സുപരിചിതമായിട്ടുള്ളത് നമ്മുടെ ലോഗോസ് ക്വിസാണ്. അപ്പോൾ അതുപോലൊരു ക്വിസ് ആയിരിക്കുമോ ഇത് കഴിഞ്ഞ് വരാൻ പോകുന്നത്? ഇത് ഈ ഗെയിമിലുള്ള ബൈബിൾ വാക്യങ്ങളും അതിനകത്തുനിന്ന് എന്തൊക്കെയാണോ ഉള്ളത് അതിനെ ബേസ് ചെയ്തായിരിക്കും ക്വിസ്. അപ്പോൾ ഇതിന് പുറത്തുള്ള സബ്ജക്ട്സ് അല്ല, പിന്നെയോ ഈ ഗെയിമിനകത്തുള്ള ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിനെ ബന്ധപ്പെടുത്തി മാത്രമായിരിക്കും നമ്മൾ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നത്. ഈ റേസ് ടു ഗ്രേസ് എന്ന് പറയുന്ന ഒരു ഗെയിമാണെന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് സ്വാഭാവികമായിട്ടൊരു പേടി തോന്നാം, ഇതും ഗെയിമാണല്ലോ, വീട്ടിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതും ഗെയിമാണല്ലോ. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ ഒരു അഡിക്ഷനിൽ നിന്ന്, സാധാരണ ഉണ്ടാകുന്ന ഒരു അഡിക്ഷനിൽ നിന്ന് ഈ ഗെയിം എങ്ങനെ വ്യത്യാസമാക്കപ്പെടും? ഇതിനും നമുക്ക് അഡിക്ഷൻ വരാനുള്ളൊരു ചാൻസ് ഉണ്ടല്ലോ. നമ്മൾ തുടക്കത്തിൽ തന്നെ ഗെയിമിൻ്റെ കാര്യം ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ ടീം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വന്ന ഒരു പ്രശ്നം ഇതുതന്നെയായിരുന്നു. കുട്ടികൾ ഒരു ഗെയിമിൽ നിന്ന് മാറി വേറെ ഗെയിമിൽ അഡിക്റ്റഡ് ആകുമല്ലോ എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ടീമുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ഇത് ഡെവലപ്പ് ചെയ്തവരുമായിട്ട് സംസാരിച്ചു. അതിനകത്ത് തന്നെ ഒരു എന്താ പറയുക, ഒരു ചെക്ക് ആൻഡ് ബാലൻസ് പോലെ നമ്മളതിന് കുറേ റെസ്ട്രിക്ഷൻസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഗെയിമിനകത്ത് എനർജി ലെവലുണ്ട്. എനർജി ലെവൽ താഴേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് ഗെയിം കളിക്കുവാൻ സാധിക്കില്ല. അപ്പോൾ കുറച്ച് സമയം കളിച്ച് കഴിയുമ്പോൾ അവരത് ഗെയിമിൽ നിന്ന് എക്സിറ്റ് ആകണം. എക്സിറ്റ് ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കുമാണ് എനർജി ലെവൽ കൂടുന്നത്. അപ്പോൾ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പം ആ ഒരു അഡിക്ഷൻ എന്നുള്ളത് അത് വരാതിരിക്കാനായിട്ടുള്ള മുൻകരുതലുകൾ, അതിനുള്ള പ്രിക്കോഷൻസ് ഈ ഗെയിമിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് കളിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അത് വേറൊരു സോഴ്സ് തേടിപ്പോകാനുള്ളൊരു ചാൻസ് ഇല്ലേ? അങ്ങനെ ഒരു സാധ്യത അവിടെ ഇല്ലേ? നമ്മൾ ഓരോ തവണ കളിക്കും തോറും ഇത് അവർക്ക് ഇൻട്രസ്റ്റ് കൂടാനായിട്ടുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ടെക്നിക്കലായിട്ട് നമ്മൾ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ മറ്റ് ഗെയിമുകളെ പോലെ ഇതൊരു വീണ്ടും വീണ്ടും അത് തന്നെ ആയിരിക്കില്ല അവർ കളിക്കുന്നത്. നമ്മളിപ്പോൾ കുറച്ച് കളിച്ച് ഒരു ഭാഗം വരെ കളിച്ച് തീർത്ത് അപ്പോഴേക്കും എനർജി ലെവൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ എക്സിറ്റ് ആയാൽ പോലും അത് വീണ്ടും പുറകോട്ട് വരികയോ അല്ലെങ്കിൽ വീണ്ടും അത് കളിക്കേണ്ട ഒരു സാഹചര്യം അവർക്കില്ല. ആ കഥ വീണ്ടും അവർ എവിടെ നിർത്തിയോ അവിടെ നിന്ന് വീണ്ടും തുടരാനായിട്ട് സാധിക്കും. എനർജി ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളത് മെയിനായിട്ട് കുട്ടികളുടെ ഈ അഡിക്ഷൻ പ്രോബ്ലം തടയാനായിട്ടാണ് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. കാരണം അവർ കൂടുതൽ സമയം ഒരു ദിവസം തന്നെ മണിക്കൂറുകളോളം അവർ ഇത് ഗെയിം കളിച്ചുകൊണ്ട് ചിലവഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. അവരെ നമ്മൾ ആ ഗെയിമിൽ നിന്ന് മാറ്റി ഈ ഗെയിമിലേക്ക് നമ്മൾ അഡിക്റ്റഡ് ആക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഉദ്ദേശം അവരെ ഗെയിമിലേക്ക് അഡിക്റ്റഡ് ആക്കുക എന്നതല്ല. പക്ഷേ നമുക്ക് ബൈബിൾ വചനങ്ങളിലേക്ക് അവർ അഡിക്റ്റഡ് ആകുവാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷവും നമ്മുടെ സഭയോട് ചേർന്ന് അവരെ ദൈവ വചനത്തിലും ദൈവകൃപയിലും വളർത്തിക്കൊണ്ടുവരുവാനായിട്ടാണ് നമ്മൾ ഈ പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുന്നത്. ഗെയിം എന്ന് പറയുമ്പം എല്ലാവർക്കും നമ്മുടെ കൊലയാളി ഗെയിമുകളെയൊക്കെ ഓർമ്മ വരുന്നത്. ആ ഒരു ഗെയിമൊക്കെ കളിച്ച് വല്ലാണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മുടെ ഈശോയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഗെയിം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഗെയിമുകളും രണ്ട് വ്യത്യസ്ത ഗെയിമുകളാണുള്ളത്. ഇത് തമ്മിലുള്ള വ്യത്യാസം, പ്രധാനപ്പെട്ട വ്യത്യാസം ഒന്ന് പങ്കുവെക്കാവോ? എനിക്ക് തോന്നുന്നത് നമ്മൾ സാധാരണ ഗെയിമെന്ന് പറയുമ്പോൾ അത് അഡിക്റ്റഡ് ആകാൻ ചാൻസ് ഉണ്ട്.
അതുപോലെ തന്നെ നമ്മൾ പല ഗെയിമിൻ്റെയും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അഡിക്റ്റഡായിട്ട് അവർ ആത്മഹത്യ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവരെ കൊണ്ടുവരുന്ന ഒരു ഗെയിമിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ പല ഗെയിംസും ഉണ്ട്. പക്ഷേ ഈ ഗെയിം എന്ന് പറയുന്നത് നമ്മൾ ഈശോയോട് അടുപ്പിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ അവർക്ക് ജീവിതത്തിലൊരു ലക്ഷ്യം നൽകുകയും അതുപോലെ തന്നെ സഭയോട് ചേർന്ന് ചിന്തിക്കാനായിട്ട് അവരെ പഠിപ്പിക്കുകയും ഈശോ ആരാണ് എന്ന് കാണിച്ചു കൊടുക്കുകയും അവസാനം അച്ഛൻ പറഞ്ഞ പോലെ പുൽക്കൂട്ടിലേക്കാണ് ഇവരെ ആനയിക്കുന്നത്, ജനിച്ചു വീണ ഈശോയുടെ അടുത്തേക്കാണ്. അപ്പോൾ അവർക്ക് ജീവിതത്തിലൊരു ഹോപ്പ് നൽകുന്ന ഒരു ഗെയിമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. സാധാരണ ഗെയിമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണ ഒരു നെഗറ്റിവിറ്റിയാണ് ഗെയിമിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു സമാധാനം, ഒരു പ്രത്യാശയാണ് കൊടുക്കുന്നത്, അതും ഉണ്ണീശോൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഒരാൾ ഔട്ടായി പോകുന്നത്? ഈ ഒരു ഗെയിമിൽ നിന്ന് ഔട്ടാകാനുള്ള ചാൻസ് എന്തൊക്കെയാണ്? ഇതിനകത്തുനിന്ന് നമ്മൾ പ്രാക്ടിക്കലി അവരെ ഔട്ടാക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം അവരൊരിക്കലും തോറ്റ് പിന്മാറുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പുറകോട്ട് വരുന്ന ഒരു സാഹചര്യമില്ല. നമ്മൾ ഏതൊരു ഇപ്പം വളരെ മോശമായിട്ടാണ് കളിക്കുന്നതെങ്കിൽ പോലും നമുക്ക് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാനായിട്ട്, അതായത് നമ്മൾ ധാരാളം ഓപ്ഷൻസ് അവർക്ക് നൽകുന്നുണ്ട്. ചിലപ്പോഴത് ബൈബിൾ വചനങ്ങളുടെ ഇപ്പം ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് പോകാനായിട്ട് നമുക്ക് പോയിൻറ്റ്സ് കുറവുണ്ടെങ്കിൽ നമുക്കറിയാം ഗെയിമിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വീണ്ടും വീണ്ടും ഉള്ള ലെവലുകൾ കൂടുന്തോറും അവർക്ക് കൂടുതൽ പോയിൻറ്റ്സ് ആവശ്യമായിട്ടുണ്ട്. പക്ഷേ അവർക്ക് അതിനുള്ള പോയിൻറ്റ്സ് ഇല്ലെങ്കിൽ നമ്മൾ അന്നേരം അടുത്ത ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബൈബിൾ വചനം പൂരിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയാണെങ്കിൽ, അതും വിത്ത് ഓപ്ഷൻസ് ആണ്. ഇനി ഇത് രണ്ടും സാധ്യമല്ലെങ്കിൽ മാത്രം ഗെയിമിൻ്റെ കുറച്ച് ഭാഗം ഒന്നും കൂടി കളിക്കുകയാണെങ്കിൽ വീണ്ടും അവർക്ക് എനർജി കൂടാനോ അല്ലെങ്കിൽ അവർക്ക് വീണ്ടും അതിൻ്റെ പോയിൻറ്റ്സ് ഗെയിൻ ചെയ്ത് അടുത്ത ലെവലിലേക്ക് പോകാനായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഒരു ഗെയിം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ ടീം വർക്കിൻ്റെ ഒക്കെ ഒരു ആവശ്യമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറി, അതിൻ്റെയൊക്കെ ഒരു അനുഭവം ഒന്ന് വിവരിക്കാമോ? ബേസിക്കായിട്ട് നമ്മുടെ ടീം വർക്ക് എന്ന് പറയുന്നത് ക്ലരീഷ്യൻ ബാംഗ്ലൂർ പോയിൻറ്റ്സിലെ അച്ഛന്മാർ തന്നെയാണ്. അതും പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ധാരാളം സപ്പോർട്ട്, പ്രത്യേകിച്ച് പ്രൊവിൻഷ്യൽ അച്ഛനും അവരുടെ ടീമും ധാരാളം സപ്പോർട്ട് ചെയ്യുകയും അതോടൊപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ടീമും നമുക്ക് തന്നെ നമ്മുടെ ക്ലരീഷ്യൻ പബ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ ടീമും നമുക്കുണ്ട്. ഈ ടീമുകളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുകയും ഇതേ ഒരു ആശയത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അവരുടെ എല്ലാം ഒരു വലിയ സപ്പോർട്ട് കൂടിയാണ് ഇങ്ങനെയൊരു സംരംഭം നമ്മൾ പുതുതായിട്ട് തുടങ്ങുന്നത്. അതോടൊപ്പം ഇനിയും ഫ്യൂച്ചറിലേക്ക് ഇത് ആൾക്കാരെങ്ങനെ ഇത് സ്വീകരിക്കുന്നു എന്ന് മനസ്സിലാക്കി അതോടൊപ്പം നമ്മൾ വീണ്ടും വരും വർഷങ്ങളിലേക്ക് ഇതിലും വലിയ വലിയ പ്രോജക്റ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആൾക്കാരുടെ ഒരു റെസ്പോൺസ്, ഇവരെങ്ങനെ അത് കുട്ടികളും യുവജനങ്ങളും അതോടൊപ്പം മാതാപിതാക്കളും ഒക്കെ ഇതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് വീണ്ടും മുന്നോട്ട് വലിയ വലിയ പ്ലാനുകളും നല്ല രീതിയിലുള്ള ഗെയിമുകളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം എത്ര ആൾക്ക് വരെ ഈ ഒരു ഗെയിമിൽ പങ്കെടുക്കാൻ സാധിക്കും? എത്ര ഒരു കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു ഗെയിമിന്? എത്ര ആൾക്കാർക്ക് കളിക്കാൻ പറ്റും? നമ്മളിത് വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 10 മില്യൺ ആൾക്കാർക്ക് വരെ കളിക്കാവുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് ടീം വർക്കൊക്കെ ഉണ്ട്, ഈ വർക്കൊക്കെ ഉണ്ട്. ഇതിൻ്റെ റിലീസ് ഡേറ്റ് അച്ഛൻ ഒന്നും കൂടെ ഒന്ന് പങ്കുവെക്കാമോ? നമ്മളിത് റിലീസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്മസിനോടനുബന്ധിച്ചാണ്. അതുകൊണ്ട് ഡിസംബർ 22-ാം തീയതിയാണ് നമ്മൾ ഈ ഗെയിം ലോഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊരു പുതിയ സംരംഭമാണ്. നമ്മൾ ദൈവത്തോട്, ബൈബിളിനോട് കൂടുതൽ ആളുകളെ അടുപ്പിക്കുവാനായിട്ട് ക്ലരീഷ്യൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഉദ്യമമാണിത്. അപ്പോൾ എല്ലാവരും ഇതിനെ നല്ല രീതിയിൽ തന്നെ എടുത്ത് പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ കുട്ടികളെ ബൈബിളിനോടും അതുപോലെ യുവജനങ്ങളെയാണെങ്കിലും ബൈബിളിനോട് കൂടുതൽ അടുപ്പിക്കാനായിട്ടുള്ള ഒരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഗെയിമിംഗ് ആപ്പ്, ഈ റേസ് ടു ഗ്രേസ് എന്നുള്ള ആപ്പ് നമ്മൾ പുറത്തിറക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഇതിന് ആവശ്യമാണ്. അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരും അതുപോലെ തന്നെ നമ്മളെ ഇടവകയിൽ നിന്നൊക്കെ ഒരു നല്ല സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികളും യുവജനങ്ങളും കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുകയും അങ്ങനെ അവർക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഈ ആപ്പ് ഉപയോഗിച്ച് ഈശോയോട് കൂടുതൽ അടുക്കുവാനും കാറ്റക്കിസം കൂടുതൽ മനസ്സിലാക്കുവാനും വേണ്ടിയുള്ള ഒരു സംരംഭമാണ്. അത് എല്ലാ തരത്തിലും വിജയിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. ഇനിയിപ്പോൾ കാറ്റക്കിസം ഒന്നും കഷ്ടപ്പെട്ട് പഠിക്കേണ്ട, ഇഷ്ടപ്പെട്ട് പഠിക്കാനുള്ളൊരു സാഹചര്യമാണ് ക്ലരീഷ്യൻ സഭാ സമൂഹം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. മാതാപിതാക്കൾക്ക് എപ്പോഴും ഒരു പേടിയുണ്ട് ഉള്ളിൽ. അവരോട് എന്താണ് പറയാനുള്ളത് ഈ ഒരു ഗെയിമിനെ കുറിച്ച്?
മാതാപിതാക്കളോട് പറയാനുള്ളത് ഗെയിമിൻ്റേതായ വശങ്ങളുണ്ട്, നല്ല വശവും ചീത്ത വശവുമുണ്ട്. പക്ഷേ മക്കൾ അവരോട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഗെയിം കളിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവരെ മാറ്റി നിർത്താവുന്ന ഒരു സാഹചര്യത്തിലല്ല ഇന്ന് യുവജനങ്ങളും കുട്ടികളുമുള്ളത്. അപ്പോൾ അവർ ഗെയിം കളിക്കണമെന്ന് അവർ വാശി പിടിക്കുമ്പോൾ അവർക്ക് ബൈബിളിനോട് കൂടുതൽ അടുക്കുവാനുള്ള ഒരു സാഹചര്യമുള്ള ഗെയിം കളിക്കുവാനായിട്ടുള്ള അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗെയിമാണ്, എന്നാൽ അതോടൊപ്പം തന്നെ ബൈബിൾ വചനങ്ങൾ പഠിക്കുവാനും ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയുവാനുമുള്ള ഒരു സാഹചര്യം അതിൽ നിന്നുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു ചോയ്സ് നടത്തുമ്പോൾ നമ്മൾ ഈ ബൈബിൾ അധിഷ്ഠിതമായ ഈ റേസ് ടു ഗ്രേസ് എന്നുള്ള ഈ ഗെയിം കളിക്കുവാനായിട്ട് അനുവദിക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് അഡിക്ഷൻ ഇല്ലാതെ തന്നെ ഗെയിം കളിക്കാനും സാധിക്കും, ബൈബിളിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും സാധിക്കും. ഈ ഗെയിം കളിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ബൈബിൾ വേർഡ്സ് അത് സെയിം ആയിരിക്കുകയില്ല. അപ്പോൾ ക്വിസിലേക്ക് വന്നു കഴിയുമ്പോൾ ചിലർ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ബൈബിൾ വേർഡ്സും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിനൂടെ ക്വിസിൽ പങ്കെടുക്കുന്നവർ പ്രിപ്പയർ ആയിരിക്കുക. കുട്ടികൾക്കാണെങ്കിലും ഇതിനൊരു ഇൻട്രസ്റ്റ് ഉള്ളിൽ നിന്ന് വരണം. അതിന് നമ്മുടെ ഇടവകയിൽ നിന്നാണെങ്കിലും മറ്റുള്ളവരുടെ ആണെങ്കിലും ഒരു സപ്പോർട്ട് വേണം. അതെങ്ങനെയാണ് നേടാൻ ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മുടെ ഇടവകകളിൽ ചെന്ന്, അത് മാധ്യമങ്ങളിലൂടെ ഉണ്ട് തീർച്ചയായും, അതല്ലാതെ ഇടവകകളിലൂടെ ചെന്ന് ഒരു പ്രചരണം ഉദ്ദേശിക്കുന്നുണ്ടോ? നമ്മൾ ഇടവകകൾ തോറും കയറി ഇറങ്ങി ഒരു പ്രചരണം നടത്താനായിട്ട് ഉള്ളൊരു സാഹചര്യം നമുക്കില്ല. പക്ഷേ നമ്മൾ മാക്സിമം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് ഒരു നോട്ടീസോ ഒരു പോസ്റ്ററോ എന്തെങ്കിലും നമ്മൾ ഇടവകളിൽ എത്തിക്കാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് എത്തിയില്ലെങ്കിൽ പോലും ചില ഇടവകളിലൊന്നും എത്തിച്ചേരാൻ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്തിച്ചേരാൻ പറ്റിയില്ലെങ്കിൽ മാക്സിമം ആ ഇടവകളിലുള്ള ആൾക്കാരും വികാരി അച്ഛന്മാരും ഒക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ റീച്ച് കിട്ടും. വീണ്ടും നമുക്ക് പുതിയ രീതിയിലേക്ക് നമ്മുടെ ഇങ്ങനെയൊരു പ്രസ്ഥാനത്തെ നമുക്ക് വളർത്തുവാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഗെയിം നമ്മൾ ഈ ഒരു വർഷത്തേക്ക് മാത്രമാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റോറി ബേസ്ഡ് ഗെയിം ആയതുകൊണ്ട് തന്നെ ഇതിനൊരു എൻഡുണ്ട്, അല്ലെങ്കിൽ ഇതൊരു തീരുന്ന ഒരു ഭാഗമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ വരാൻ പോകുന്ന വർഷങ്ങളിലേക്ക് നമ്മൾ മറ്റൊരു രീതിയിൽ ഇതിലും മികച്ച ടെക്നോളജികളും മികച്ച രീതിയിലുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ച് നല്ല കഥകൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു ഔട്ട്റീച്ച് എന്ന് പറയുന്നത് കൂടുതലും ഇത് കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ പള്ളികളിലും മറ്റുമൊക്കെയുള്ള യുവജനങ്ങളൊക്കെ എങ്ങനെ ഇത് സ്വീകരിക്കുന്നു എന്നതിനെ അപേക്ഷിച്ചാണ്. അക്ലഡീഷ്യൻ സഭാ സമൂഹത്തിന് ഈ ഒരു ആശയമായിട്ട് മുന്നോട്ട് വന്നതിന് ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ഈ ഒരു സമരം റേസ് ടു ഗ്രേസ് ഏറ്റവും ഒരു വൻ വിജയമായി തീരട്ടെ. എല്ലാവിധ ആശംസകളും. റേസ് ടു ഗ്രേസ് ചരിത്രത്തിലാദ്യമായി നമ്മുടെ കുട്ടികളെയും യുവജനങ്ങളെയും ബൈബിൾ പഠിപ്പിക്കുവാനും അതിന് പ്രോത്സാഹിപ്പിക്കുവാനും തിരുവചനത്തിലൂടെ അവരുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ ജ്വലിപ്പിക്കുവാനുമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഏറ്റവും മികച്ച ടെക്നോളജികൾ ഉപയോഗിച്ച് ഒരു 3D വീഡിയോ ഗെയിം നമ്മുടെ ക്ലറീഷ്യൻ മിഷണറി വൈദികർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഈ വർഷം 2024 ഡിസംബർ 22 തീയതി മുതൽ റേസ് ടു ഗ്രേസ് എന്ന ഗെയിം ഒരു വർഷത്തിനുള്ളിൽ കളിച്ച് വിജയികളാകുന്നവർക്ക് ഈ ഗെയിമിലൂടെ പരിചയപ്പെട്ട ബൈബിൾ വചനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുവാനും അതിൽ വിജയികളാകുന്നവർക്ക് വലിയ ക്യാഷ് അവാർഡുകൾ ലഭിക്കുന്നതാണ് എന്നുള്ള സന്തോഷ വാർത്തയും വളരെ സ്നേഹപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു. ഡേവിഡ് ക്രിസ്തുവിന്റെ ആശയങ്ങളെയും വിശ്വാസങ്ങളെയും പിന്തുടരുന്ന ഒരുവൻ. ഡേവിഡിന് ആകെ ഒരു ആഗ്രഹമേ ഉള്ളൂ, ക്രിസ്തുവിനെ നേരിട്ട് കാണുവാനും നേരിട്ട് അറിയുവാനും. അതിനായി അവൻ രാപ്പകലില്ലാതെ പരിശ്രമിച്ചു. പരിശ്രമങ്ങൾ വിഫലമായപ്പോൾ അവൻ യേശുവിനെ ആശ്രയിച്ചു. സമയത്തെ നിയന്ത്രിക്കുക എന്നതായിരുന്നു ഡേവിഡിന്റെ ലക്ഷ്യം. നിരവധി പരിശ്രമങ്ങൾക്ക് ശേഷം അവൻ അവന്റെ വിജയത്തിലേക്ക് എത്തി. ഡേവിഡ് ടൈം മെഷീൻ നിർമ്മിച്ചു. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും റേസ് കളിക്കും, വിജയികളാകും, ക്വിസിൽ പങ്കെടുക്കൂ.
അതിലൂടെ ക്രിസ്തുവിനെ അറിയൂ, ക്യാഷ് അവാർഡുകൾ കരസ്ഥമാക്കും. Save the date and wait till December 22nd, 2024 to play Race.